ഓം നമോ നാരായണായ. ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ട മാത്രയിൽ ശബരി തപസ്വിനി എഴുന്നേറ്റ് ശ്രീരാമൻ്റെ പാദാംബോരുഹ യുഗത്തിൽ പതിച്ചു. എന്നുവെച്ചാൽ കണ്ട മാത്രയിൽ വീണു നമസ്കരിച്ചു. പാദ്യാർഘ്യാദികളാൽ ഉപചരിച്ചതിനു ശേഷം അവർക്ക് ഇരിക്കുന്നതിന് ആസനങ്ങൾ നൽകുകയും പാദതീർത്ഥാഭിഷേകത്താൽ ശ്രീരാമനെ പൂജിക്കുകയും ചെയ്തു. ശ്രീരാമപൂജയുടെ ഫലമായി ഗുരുഭൂതന്മാർ ബ്രഹ്മപദം പ്രാപിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് പുണ്യാതിരേകത്തിൻ്റെ മഹനീയത ഊഹിക്കാം. ശബരി തപസ്വിനി തുടരുന്നു. ഗുരുഭൂതന്മാർ തന്നോട് ഇവിടെ തന്നെ വസിക്കാനും രാക്ഷസപദാർത്ഥമായി അവതരിച്ചിരിക്കുന്ന ശ്രീരാമൻ്റെ ദർശനം നേടിയിട്ട് ദേഹത്യാഗമുണ്ടായാൽ മോക്ഷം ലഭിക്കുമെന്നതു തീർച്ചയാണ്. ശബരി തപസ്വിനിക്ക് അതു സിദ്ധിക്കുമെന്ന് ഗുരുക്കന്മാർ പ്രവചിച്ചത് ഇപ്പോൾ വിളിച്ചിരിക്കുന്നു. ഓം നമോ നാരായണായ. ടൈറ്റിൽ 60 ഈ ഭാഗത്തിൻ്റെ കഥാസാരം കൊടുത്തിട്ടുണ്ട്. ഇത്തം അർത്ഥിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു. സന്തുഷ്ടനായൻ തവ തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ ബൽപദം പ്രാപിച്ചാലും താനമ്മേ സനാതനം യോഗീന്ദ്രഗമ്യം പരം ആനന്ദം പ്രാപിക്കനീ മൽ പ്രസാദത്താലടോ. അത്രയും അല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടും ഇല്ല സംശയമേതും. ഭക്തനാം നിനക്കഥപതനമിനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗളം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ. മുമ്പിലാമാറു കാണാം മതംഗാശ്രമം തത്ര സംപ്രതി വസിക്കുന്നു. ശബരി തപസ്വിനി ത്വൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ.